ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കണത്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് അമ്മ കത്തി ദോശ ചൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശിവും പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായി. ഇനി ഫുഡ് രാവിലത്തെ കാപ്പി കഴിക്കാം. ഞാൻ വന്നങ്ങോട്ട് ഇതുവരെ എന്ന് പറയുമ്പോൾ ഒരു 7-8 days ആയി കാണും. മൂക്കടപ്പും ജലദോഷവും തുമ്മലും എല്ലാം കൂടെ ആയി ആകെ ബുദ്ധിമുട്ടായി. രാവിലെ ഒരു കട്ടൻ ചായയിൽ തുടങ്ങാം ഇന്നത്തെ ഡേ. ശിവുവിന് വിശക്കുന്നെന്ന് പറയുന്നു. നമുക്ക് ശിവുവിന് ഫുഡ് കൊടുക്കാം, കൂടെ ഞാനും കഴിക്കും. അപ്പോൾ ഇന്ന് ദോശയാണ്, ഇവിടുത്തെ നീർദോശയാണ്, നമുക്ക് കഴിക്കാം. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ, മുട്ടക്കറി, പിന്നെ ചമ്മന്തി. ഹായ്, എന്താ കഴിക്കണത്? അങ്ങനെ നീണ്ട കാപ്പി കുടിക്ക് ശേഷം ഒരു 1/4 മണിക്കൂറായി കാണും കാപ്പി കുടിക്കാതിരുന്നിട്ട്. ശിവക്കുട്ടി കാർട്ടൂൺ കാണും, ഇത്തിരി ദോശ തിന്നും, കാർട്ടൂൺ കാണും, ഇത്തിരി ദോശ തിന്നും. ഞാൻ പിന്നെ കുഴപ്പമില്ല, ആന വഴിയിൽ അമ്പഴങ്ങ എൻ്റെ വഴിയിൽ കുമ്പളങ്ങ എന്ന് പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് തിന്നും. ഇത് കൊല ഇഷ്ടംപോലെ. എൻ്റെ പുറകിൽ കാണുന്നത് ചാമ്പയ്ക്കയാണ്. ചാമ്പയ്ക്ക ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. ഉപ്പുമുളകൊക്കെ ഇട്ട് തിന്നാം, പക്ഷേ എനിക്ക് പണ്ടൊക്കെ തിന്നുമായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്തൊരു പുളിപ്പിനോട് അത്ര ഇതില്ല. എന്നാലും ഉപ്പും മുളകും പെരക്കി നല്ലോണം തിന്നും. കേൾക്കണം വെറുതെ നമ്മൾ പോയില്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ വാരിതേ. ഇവിടെ വന്നാൽ എപ്പോഴും ഇങ്ങനെ വാരിക്കിട്ടലാണ് പണി. ഇങ്ങനെ കാട്ടിഞ്ഞ് പൈനാപ്പിൾ കുറച്ചേ ഉള്ളൂ. പൈനാപ്പിൾ ഇതെല്ലാം കപ്പ കൃഷിയാണ്. കപ്പ കൃഷി ഈ ഒരു ദേഹമുള്ള വീട് കാണുന്ന 4 പേരുടെ ഡിവൈഡ് ആയിട്ടുണ്ട്. കപ്പ കൃഷി ഇത് മൊത്തം കപ്പയാണ്, ഫുള്ള് കപ്പ കിഴങ്ങ്. ഞാൻ നടന്ന് ഈ കുഴിയിൽ വീണേനെ. കുഴിയിൽ കവുങ്ങാണ്, ഇവിടെയും കവുങ്ങുണ്ട്. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ശിവക്കുട്ടി അവൾ വരുന്നുണ്ട്. വെയിൽ അങ്ങ് പോയേ. അങ്ങ് വീട്ടിൽ പോവാം. ഞാൻ ലാക്മേയുടെ സൺസ്ക്രീനാണ് ഉപയോഗിക്കണത്. സൺസ്ക്രീൻ ഉപയോഗിക്കാം ഇനി. ഏകദേശം വെയിലെ കുറിച്ച് തുടങ്ങി, മൂക്ക് കുടഞ്ഞ് തുടങ്ങി. സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ പണിയിട്ടു പറഞ്ഞാൽ മൂക്ക് ഇപ്പോഴേ ഡാഗി ഞാൻ കണക്കുണ്ട്. ഇനിയാകുമ്പോൾ ഉപയോഗിക്കാം. ഇതെല്ലാം പ്ലം കേക്കിൻ്റെ ഒരു കേക്കാണ്. ചാമ്പയ്ക്ക നമുക്കിത് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഫില്ലിംഗ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതേ മുറിച്ച് കട്ട് മുറിച്ചിട്ട് ഉപ്പ് ഫില്ലിംഗ് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് നിറച്ച് ചാമ്പയ്ക്കയാണ് ഫുള്ളായി വരും. നല്ല പുളിപ്പുണ്ടോ ഇതാക്കണം. അമ്മയൊക്കെ ഇതേ പോകുന്നു. നമ്മൾ ചുമ്മാ അമ്മൂമ്മയുടെയൊക്കെ വീട്ടിൽ കറങ്ങി വരാമെന്ന് വിചാരിച്ചു. വണ്ടി ഇവിടെ നമ്മുടെ വീടും പിന്നെ ഈ ഒരു വീടുണ്ടല്ലോ, അതും മാത്രമേ ഉള്ളൂ ഈ ഒരു പരിസരത്ത്. നെല്ലിക്ക വറക്കുന്നുണ്ട്. എവിടെ നെല്ലിക്ക? കാട്ടുനെല്ലിക്കയാണ്. കാട്ടുനെല്ലിക്ക വീണ് കിടക്കുന്നതായിരുന്നു. നമ്മുടെ റോഡ് നിരപ്പാക്കിയിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലോക്കാവും. ഇവിടെ റോഡ് പണി നടക്കുകയാണ്, കോൺക്രീറ്റ് ഇടാൻ പോവുകയാണ്. മിനിഞ്ഞാന്ന് കാണിച്ച പോലെ അല്ല, JCB വന്ന് നിരപ്പാക്കി. ഇവിടുത്തെ ട്രഞ്ച്, ഇപ്പുറത്ത് പോയ കാട്. ഇവിടെ കുരുമുളകൊക്കെ ഉണ്ട്. കുരുമുളക് ഇത് നമ്മുടെ അല്ല, വേറെ ആൾക്കാരുടെ. ട്രഞ്ച് കഴിഞ്ഞാൽ ഇവിടെ
കാട്ടിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നൊരു ടാങ്ക് ഉണ്ടായിരുന്നു പണ്ട്. ഉണ്ട്, ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല, വെറുതെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതിവിടെയൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കുരുമുളകൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കുരുമുളകിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഇതിനപ്പുറത്ത് ആ ട്രെഞ്ച് കണ്ടില്ല, അതിനപ്പുറത്ത് അതൊക്കെ കാട്, അങ്ങോട്ട് പോകരുത്, ഫോറസ്റ്റ്. കുരുമകളോ? ഇതൊക്കെ റബ്ബർ. അതെന്താ? അത് റബ്ബറാണ്. അതിരുന്നപ്പുറത്ത് കാടാണ്. വരുന്നില്ല പുഴുങ്ങൽ വഴി. ഇത് ഗ്രൗണ്ടായിരുന്നു പണ്ട്, നമ്മൾ ക്രിക്കറ്റ്, കബഡി, കൊക്കോ, ഇവിടുത്തെ ചില പിള്ളേരൊക്കെ കൂടി കളിച്ചൊരു ഗ്രൗണ്ടാണ്. പണ്ട് മഴയില്ലാത്ത സമയത്ത് നമ്മൾ ഇവിടെയാണ് അയൽക്കൂട്ടം, സംഘത്തിന് ഇവിടെ കൂടിക്കൊണ്ടായിരുന്നതായിരുന്നു. ഇത് ഇവിടേക്ക് ഇരുന്ന്. ഇപ്പോൾ അത് ആരും ഇവിടെ കളിക്കലൊന്നുമില്ല. അമ്പലത്തിൻ്റെ താഴെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, അവിടെയാണ് ഇപ്പോൾ കളിയൊക്കെ, ക്രിക്കറ്റൊക്കെ. പണ്ട് ഇവിടെ മതിയായിരുന്നു. ഇതിന് താഴോട്ട് ഇറങ്ങി അവിടെ ഇരിക്കുന്ന വീട്ടിലോട്ട് പോകാൻ. പക്ഷെ നമുക്ക് ഇതുവഴി പോവാം. പർപ്പിൾ കളർ പൂ. ഏത് കളർ പൂവെന്ന് പറ? റെഡ് കളർ പൂവാണ്. യെസ്. അതാ അമ്മമ്മ ചോദിക്കുന്ന രാവിലെ വരണ്ടേ. നമുക്ക് താരങ്ങ പോവാ. ആ പോ. തോട്ടത്തിൽ കുളമുണ്ട്, കുളം. മീൻ കുളം ഇല്ല. മീനുണ്ടോ? മീനുണ്ടതില്? മീൻ കാണുന്നില്ല.